ഒരു എഴുത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. പെന്നും പേപ്പറും കിട്ടിയാൽ എഴുത്ത് പഠിച്ചവർക്ക് ആർക്കും ചെയ്യാവുന്നതാണ് ഇത്. ഇതിലെന്ത് ഇത്ര പറയാനിരിക്കുന്നു എന്നല്ലേ? പറയാനുണ്ട്. ഇങ്ങനെയും എഴുതാമെന്ന് കാണിച്ചു തരുന്ന ഒരാളുണ്ട് ഇവിടെ. കാണാം നമുക്ക്. VP ഇശാഖിന്റെ അക്ഷരമാല. അക്ഷരരൂപങ്ങളിൽ ഗാനശകലങ്ങളും വാചകങ്ങളും പൂക്കോട്ടുംപാടം ഉപ്പുവള്ളി സ്വദേശി VP ഇശാഖ് നിർമ്മിക്കുന്നത് നാം കൗതുകത്തോടെ നോക്കിയിരിക്കും, അത്ഭുതപ്പെടും. നമുക്ക് ചിരപരിചിതമായ പഴയകാല ഗാനശകലങ്ങളാണ് ഇശാഖ് തന്റെ കലാകാര മനസ്സിലെ പിഴയ്ക്കാത്ത കണക്കോടിലൂടെ കടലാസിലാക്കുന്നത്. ഓരോ അക്ഷരവും രൂപപ്പെടുന്നത് ഏറ്റവും ഒടുവിലായിരിക്കും. ഇത് നമ്മെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തുക. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ എഴുതാനാകുമെന്ന് ഇശാഖ് പറയുന്നു. ഫോട്ടോഗ്രാഫിൽ എഴുതുന്ന ആ ടൈമിൽ തൊട്ട് ഞാൻ ഇത്തരം മലയാളത്തിന് ശ്രദ്ധ കൊടുത്തതാണ്. പിന്നീട് കമ്പ്യൂട്ടറിന്റെ വരവോടുകൂടെ അപ്പൊ കമ്പ്യൂട്ടറിൽ ഇത്തരം എഴുതുന്നുണ്ട്. നമ്മൾ ഈ സൈൻ ബോർഡുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലോട്ടറിൽ ഇങ്ങനെ ഇത്തരം നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കമാൻഡ് കൊടുക്കും. അങ്ങനെ അവർ കട്ട്, അപ്പൊ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതി ഇപ്പൊ ഈ LNC കട്ടറിലോ അങ്ങനെ ആരൊക്കെ പറയുന്നുണ്ട്. ആ കട്ടിങ് മെഷീനിലൊക്കെ ഈ ഒരു സ്റ്റൈലാണ്. ഔട്ട്ലൈൻ മാത്രം ആദ്യം നമ്മൾ ചെയ്യുന്ന, അതിനുശേഷം ഡീറ്റെയിൽസ് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളും കൂടെ പൂർത്തിയാക്കിയിട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആവാൻ പലരോട് ചോദിക്കുന്നത്, ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപ്പുകൾ ഉപയോഗിച്ചാണോ നിങ്ങളിത് ചെയ്യുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം സത്യത്തിൽ ഇതാണ് നമ്മൾ അത്രമാത്രം ഒരു കാര്യത്തിൽ നമ്മുടെ ഇച്ഛാശക്തി ഒരു ബിന്ദുവിൽ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും എന്നെങ്കിൽ എന്തും ചെയ്യാം. പരിശീലനം നേടി മാത്രമല്ല ഈ ടൈപ്പോഗ്രാഫി എന്ന് ഇശാഖ് പറയുന്ന ആലേഖനങ്ങൾ പിറവിയെടുക്കുന്നത്. ഇത് ഇശാഖിന്റെ മനസ്സിലെ കലാകാരനിൽ നിന്നും പിറവിയെടുക്കുന്നതാണ്. ഒരു ഗാനത്തിന്റെ ആദ്യ വരി ഈ തരത്തിൽ തയ്യാറാക്കാൻ വേണ്ടത് 3-4 മിനിറ്റുകളാണ്. സോഷ്യൽ മീഡിയയിൽ ആയിരങ്ങളാണ് ഇവ കാണുന്നത്. താൻ കുറിച്ചിട്ട വരികളുടെ സൃഷ്ടാക്കൾ ഇവ കണ്ട് തന്നെ വിളിച്ചിട്ടുണ്ടെന്നും ഇശാഖ് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ സത്യത്തിൽ ഞാൻ 2008 തൊട്ടൊക്കെ ഫേസ്ബുക്കിലുണ്ട്. പിന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും സജീവമാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് നല്ല കമന്റ്സുകൾ കാണുമ്പോൾ നമുക്കത് പ്രചോദനമായിട്ട് നമുക്ക് കൂടുതൽ ഇത് ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ ആ ഒരു ത്വര നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. നിലമ്പൂരിലെ പരസ്യകലാരംഗത്ത് നിന്നും ആധികാരിക ചിത്രകലാ പഠനം പൂർത്തിയാക്കി ജീവിതോപാധി തേടി കടൽ കടന്നിരുന്നു ഇശാഖ്. അവിടെയും ഇഷ്ടപ്പെട്ട മേഖലയായ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്തിരുന്നത്. കുട്ടിക്കാലം തൊട്ട് തന്നെ വരക്കായിരുന്നു. പിന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല ലെവലിൽ തന്നെ പെർഫോം ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഒരു ബന്ധു വഴി ഞാൻ ഇവിടെ നിലമ്പൂര് നമ്മുടെ വാസുവേട്ടൻ ഉണ്ടായിരുന്ന ആ സമയത്ത് രജനി ആർട്സിൽ കുറച്ചു കാലം പരസ്യകലയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്ന് വാസുവേട്ടൻ്റെ കൂടെ നിന്നിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഫൈൻ ആർട്സിൽ, കോഴിക്കോട് ഫൈൻ ആർട്സിൽ പഠനത്തിന് വേണ്ടി പോയത്.
നീണ്ട 37 വർഷക്കാലം പ്രവാസിയായി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷവും വരകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഭാര്യ നജുമ കൂട്ടായുണ്ട്. മക്കൾ ആരിഫയും ജുമാനയും ആർട്ടിസ്റ്റുകൾ കൂടിയാണ്. വീട്ടിലിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. മക്കളായാലും ഹസ്ബൻഡ് ആയാലും കുറെ ടൈം 3-4 മണിക്കൂർ എന്തായാലും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അവര് ദിവസം അതിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. അത് അത്രയും പെർഫെക്റ്റ് ആക്കാനുള്ള ശ്രമം അതവര് ചെയ്തുകൊണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അങ്ങനെ തന്നെയാണ് പിള്ളേരും.